Hi guys, so I am Mehrin. Welcome to my YouTube channel. ഇപ്പോൾ സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഒരു 9:30 ഒക്കെ കഴിഞ്ഞേക്ക്. ബട്ട് സ്റ്റിൽ 2 ദിവസമായി ഇവിടെ ഞാൻ മെഹന്തിൻ്റെ കിറ്റ് എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ എനിക്കതൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യണം. എനിക്കൊരു നല്ലൊരു ആ കിറ്റ് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 2 years കഴിഞ്ഞ്, എന്താണെങ്കിലും 2 years കഴിഞ്ഞ് ഒരു 2.5 years ആയിട്ടുണ്ടാവും. സോ അപ്പം ഇന്ന് എനിക്കത് ഉണ്ടാക്കിയേ പറ്റും. സമയം ഇപ്പോൾ 9:30 കഴിഞ്ഞിട്ട്. ബട്ട് സ്റ്റിൽ ഇപ്പം വെച്ചാൽ നാളത്തേക്ക് നമുക്ക് ഡൈ റിലീസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. അതവിടെ വെച്ചിട്ട് അതിൻ്റെ സ്റ്റേയിൽ നമുക്ക് പുറത്തേക്ക് വരും. അപ്പം നമ്മളത് ഉണ്ടാക്കാം. ഇപ്പം ഉണ്ടാക്കി വെച്ചാൽ നാളത്തേക്കും നമ്മളെ ഡൈ റിലീസ് ഒക്കെ നടന്നിട്ട് സക്സസ് ആവാൻ നോക്കാം. സ്റ്റിൽ നമ്മൾ സക്സസ് ആയിട്ടില്ലെങ്കിലും നമ്മളത് പ്രാക്ടീസ് കോൺ ആക്കിയിട്ട് നമ്മളത് യൂസ് ചെയ്യും. സക്സസ് ആയാൽ ഞാൻ അങ്ങനെ ഉപയോഗിക്കും. സോ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് അവിടെയൊക്കെ കാണാൻ പറ്റും, ഉണ്ടോ? കോപ്പൊക്കെ നിറച്ച് ഉണ്ട്. അപ്പോൾ ഇന്ന് അത് ഉണ്ടാക്കാം എന്ന പ്ലാനിൽ ഞാൻ ഊസിലൊക്കെ ഉറക്കി സെറ്റാക്കി വെച്ചിട്ട് ആൻഡ് ഞാനൊരു കൈപ്പാട്ടം നിറച്ച് ജ്യൂസൊക്കെ ആയിട്ട് വന്നതാണ്. സോ നമുക്കത് ഡൈ റിലീസിന് വേണ്ടിയിട്ട് സാധനത്തിന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഓക്കെ, സക്സസ് ആയ ഞാനൊരു പൊടി പൊടിയും. ബേസിക്കലി ഞാനൊരു മെഹന്തി ആർട്ടിസ്റ്റ് അല്ല, ബട്ട് സ്റ്റിൽ ഞാൻ എന്താ പറയുക മൈലാഞ്ചി ഇടും ആക്കലൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് എനിക്കൊരു പ്രാന്തയും മെഹന്തി ഇടാൻ പഠിക്കുന്നത് ഈ മിക്സിങ്ങിൻ്റെ കോഴ്സിൽ നോക്കുകയും ചെയ്തിരുന്നു. ഈ മിക്സിങ്ങിൻ്റെ കോഴ്സൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും സ്റ്റിൽ ഞാനത് ട്രൈ ചെയ്തില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു മിക്സിങ്ങിൻ്റെ ഒരു അയച്ചു തന്ന സാധനമാണ് ഇവിടെ ഉള്ളത്. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാനൊരു 2.5 years മുന്നേ പഠിച്ച സാധനമാണ്. അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ആൻഡ് ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ബോധോദയം. ഞാൻ ചെയ്യാം എന്നങ്ങനെ നീട്ടി നിന്ന് പെട്ടെന്ന് എനിക്കത് ചെയ്തേ പറ്റും. കാരണം എന്താ, ഇന്ന് ചെയ്താൽ നാളെ ഡൈ റിലീസ് ചെയ്തിട്ട് അത് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ മിക്സിങ്ങും നമുക്ക് കാണാം. ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടൊന്നും വിജയിച്ചിട്ട് കാര്യമില്ല. കാരണം കുട്ടികളെ വീട്ടിൽ അതേ കാണാൻ കഴിയുള്ളൂ. ഒരു മഴക്കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനപ്പുറം ഉണ്ടാവും. ഇത് എത്രയോ ഫാർ ബെറ്ററാണ് ആ കാണുന്നതല്ല. ആൻഡ് ആ ടേബിൾ മേലുള്ള സാധനങ്ങൾ മൊത്തം ഇതിലേക്ക് വേണ്ടതാണ്. ഓക്കെ, പൗഡർ, എസെൻഷ്യൽ ഓയിൽ ഇതാ, ഇതിൻ്റെ പൈപ്പിംഗ് ബാഗ് ഇതാ, സെലോഫൻ ഷീറ്റ്. ഇത് കട്ട് ചെയ്തിട്ടല്ല കേട്ടോ ഒരു തന്നത്. കട്ട് ചെയ്യും എന്നിട്ട് ഞാൻ പഠിച്ചതാണ്. ഞാനത് ചെയ്യും. അപ്പം പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം കട്ട് ചെയ്തു. ഈ സാധനം കട്ട് ചെയ്തിട്ട് ഈ ഉള്ളിലേക്ക് ഒന്നത് ഞാൻ കട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു അതിൻ്റെ പാക്കറ്റിനുള്ളിൽ വേറൊരു പാക്കറ്റിലായിരിക്കും എണ്ണ. ഇല്ലെങ്കിൽ അത് കേട് വരാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നതൊക്കെ കട്ട കുത്തി. സ്റ്റിൽ നമ്മളങ്ങനെ എടുക്കാം. ഇതെനിക്ക് തോന്നുന്നു 5 shifted അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്. ഈ 7 shifted 5 shifted എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ ധരിക്കൂല. നമ്മളിങ്ങനെ ധരിച്ചിട്ട് അത്രയും ഫൈൻ പൗഡർ, അതാണ് ഉദ്ദേശിച്ചത്. അത് കട്ട് ചെയ്യാം. നല്ല സാറ്റിസ്ഫൈങ് അല്ലേ? നട്ട പാതിരാത്രിക്ക് ഇന്നത്തെ ഒരു പരിപാടി എടുക്കാം. ഇതില്ലേ, ആദ്യം നമ്മൾ ബൗളിൽ കുറച്ച് വെള്ളമാക്കണം. ഇല്ലെങ്കിൽ നമുക്ക് മിക്സിങ്ങിന് ബുദ്ധിമുട്ടാണ്. സോ ഞാനിതിൽ വെള്ളമാക്കി വെച്ചിട്ട് നമ്മൾ ഈ ഹെന്ന പൗഡർ ഇതിലേക്ക് ഇടുന്നു. ഞാൻ ഈ മൈലാഞ്ചിൻ്റെ ഒക്കെ ഭയങ്കര അഡിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ ഈ കയ്യിൽ ഇങ്ങനെയൊക്കെ ഇടുന്ന സമയത്ത് ഈ ഇവിടുത്തെ ചോപ്പ് പോയി കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ ഇടണം. നല്ല ഡിസൈൻ ആണെങ്കിൽ ഞാൻ പൊന്നിന് മുന്നേ ഇരുന്ന് വരയ്ക്കുകയാണ്. ഇപ്പം അതിനുള്ള നേരമൊന്നുമില്ല. ഇപ്പം എൻ്റെ കയ്യിലുള്ള മൈലാഞ്ചൊക്കെ തീർന്നു. ഇങ്ങനൊന്നും ഇത്ര വരെ എത്തിയ എൻ്റെ ചരിത്രത്തിലില്ലേ. പോസിലിനെ കൊണ്ട് എൻ്റെ ചരിത്രമൊക്കെ ഒന്ന് മാറ്റിയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനത്തെ 1.5 spoon ഓഫ് ഷുഗർ ആഡ് ചെയ്തു. ആൻഡ് വെള്ളം ഓൾറെഡി ഉണ്ട്. എന്നിട്ട് നമ്മൾ കൈപ്പാട്ടം നിറച്ച് കൊണ്ടുവന്ന് അവക്കാഡോ ഷേക്ക് ആയിരുന്നു. അപ്പോൾ ലൂസായി വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ കുറിച്ച് നോക്കണം. മിക്സ് നമ്മുടെ നല്ല രസമുണ്ടടാ. ചിലവർ ഈ ചായപ്പൊടി തിളപ്പിച്ച വെള്ളമാണ് ഈ നമ്മളെ സാധാ വെള്ളത്തിന് പകരം ഒഴിച്ചു കൊടുക്കുക. ആൻഡ് ഇതിപ്പോൾ എൻ്റെ പെട്ടെന്ന് തോന്നിയ ബുദ്ധിയല്ലേ. ചായപ്പൊടീൻ്റെത് നമ്മൾ തിളപ്പിച്ച് ചൂടാറി അതൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് നേരം വന്നു. അപ്പം ലോസിൽ നീക്കുകയും ചെയ്യും. അപ്പം നമുക്ക് വെള്ളം കുറവുണ്ട്. അപ്പം അങ്ങനെ വെള്ളം ഇങ്ങനെ കുറച്ച് എനിക്ക് തോന്നുന്നത് ഇത് ഭയങ്കര കുറച്ച് ലൂസാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ എസെൻഷ്യൽ ഓയിലൊക്കെ ഇട്ടിട്ട്, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ഇളക്കി കഴിഞ്ഞാലും ഇതിൽ ലംസ് ഉണ്ട്. നമ്മൾ എങ്ങനെയൊക്കെ അഡ്വാൻസ് ഇതാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഇതിൽ എന്തെങ്കിലും ലംസ് ഉണ്ട്. ഇതാണ് എസെൻഷ്യൽ ഓയിൽ. ഇച്ചിരി ഉള്ളൂ. ഈ സാധനമാണ് നല്ല പവർഫുൾ സാധനം. ഈ എസെൻഷ്യൽ ഓയിലും പിന്നെ നമ്മളുടെ ഹെന്ന പൗഡറിൻ്റെ ക്വാളിറ്റിയാണ് നമ്മുടെ മൈലാഞ്ചിൻ്റെ സ്റ്റെയിന് തീരുമാനിക്കുന്നത്.
മൈലാഞ്ചി നല്ല സ്റ്റെയിൻ വരും. അതാണ് ഞാൻ പഠിച്ചത്. അപ്പം ഇതിപ്പോൾ ഒരുമാതിരി ഒരു കണ്ടൈനർ ചിരി വരുന്ന ക്വാളിറ്റിയൊക്കെ ആയിരിക്കുന്നു. നെക്സ്റ്റ് നമ്മളിത് ഉണ്ടാക്കും എസെൻഷ്യൽ ഓയിൽ. ഇത് എനിക്ക് തോന്നുന്നു യൂക്കാലിപ്സ് ആണ്. യൂക്കാലിപ്സിൻ്റെ എസെൻഷ്യൽ ഓയിലാണ്. യൂക്കാലിപ്സ് ബേസിക് സാധനം. ബേസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള എസെൻഷ്യൽ ഓയിലാണ് യൂക്കാലിപ്സ്. പിന്നെ ടീ ട്രീ, ലാവൻഡർ ഓയിൽ, പിന്നെ ഇപ്പോൾ പുതിയൊരു സാധനമുണ്ട് ബ്രൈഡൽ ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ട്. അതാണ് സൂപ്പർ ഡാർക്ക് സ്റ്റെയിൻ തരിക. അപ്പം അതൊന്നും നമ്മൾ വലിയ ബന്ധങ്ങളിലേക്കൊന്നും പോകാനായില്ല. നമുക്ക് ആദ്യം ബേസിക് എന്ന് തുടങ്ങാം. ഞാൻ അത് മൊത്തം കുറിക്കുമ്പോൾ എൻ്റെ അമ്മ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ ഈ പാത്രം ആയിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നോക്കാം. ഇത് കണ്ടോ, അത് ഞാൻ ജ്യൂസ് കുടിച്ചിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കണ്ടോ നല്ല രസം കാണാം. ഓക്കെ, സെറ്റ്. ഹെന്ന പൗഡർ മിക്സൊക്കെ ചെയ്തിട്ട് നമ്മൾ ഡയറി റിലീസിന് വേണ്ടി വെച്ചേക്ക്. മാക്സിമം എനിക്ക് തോന്നുന്നു 24 ഹവേഴ്സാണ്, മിനിമം 12 ഹവേഴ്സാണ്. അപ്പോൾ ഇപ്പോൾ 9:30. അപ്പോൾ നാളെ രാവിലെ 9:30 ശേഷം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡയറി റിലീസ് നടക്കുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു യൂക്കാലിപ്സിൻ്റെ കയ്യിലായി എനിക്ക് എരിച്ചിലൊക്കെ തുടങ്ങി. സോ നമുക്ക് നോക്കാവോ ഇല്ലയോ എന്താണ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ ഡയറി റിലീസ് ചെയ്യാൻ വേണ്ടി വെച്ച ഹെന്ന മിക്സ് ഇസ് റെഡി. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 18 ഹവേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. സോ നമ്മളത് എന്താക്കാൻ പോവാണ്, മിക്സ് ചെയ്തിട്ട് സെറ്റാക്കാൻ പോവാം. അതിന് മുന്നേ ഞാൻ മിക്സിങ് ഒക്കെ സെറ്റാക്കുന്നതിന് മുന്നേ നമ്മൾ എന്താക്കണം, അത് സെറ്റാക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡി ചെയ്യണം. സോ ഞാനിതിൽ പൈപ്പിംഗ് ബാഗ് ഇതിനുള്ളിലുണ്ട്, അതിൻ്റെ മേലെ സോക്സ് ഉണ്ട്. ജസ്റ്റ് നമ്മൾ ഒന്നും കൂടെ സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി. ആൻഡ് ഹാൻഡ് ബ്ലെൻഡർ സെറ്റാണ്. ഞാൻ ഹെന്ന കോൺസ് ഉണ്ടാക്കി ഗൈസ്. എങ്ങനെയാണ് ഉണ്ടാക്കിയത് ആൻഡ് നമുക്ക് നോക്കാം. ഇങ്ങനത്തെ ഒരു 4 ഉണ്ടാക്കിയപ്പോൾ എനിക്ക് മതിയായിരിക്കുന്നു. സ്റ്റിൽ പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ചെയ്യാൻ. നമുക്ക് സാധനം എടുക്കാം. വേണ്ടോ, നാട്ടിൽ മൊത്തം ലേറ്റ് ടച്ചിക്കണം, പകലാണ് വീഡിയോ ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ എന്താ പറയുക, എനിക്ക് എല്ലായിടത്തും ലേറ്റ് വേണം. അതുകൊണ്ട് തന്നെ സാധനം റെഡി. ഡയറി റിലീസൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെയാണുള്ളത്. ആൻഡ് ഇതിൻ്റെ വേറൊരു സംഭവമുണ്ട്, മണം ചോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ കൈമല ഇവിടെ കണ്ടു വേറെ തന്നെ കളർ. അപ്പം ചോക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഹോപ്പുണ്ട് വെച്ച്. ഇനി ഞാനത് മിക്സൊക്കെ ചെയ്ത് ബ്ലെൻഡായി. ഇതും എന്താ പറയുക, നമ്മളെ ഈ പഞ്ചസാര ലായനിയാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന സംഭവമില്ലേ, വിച്ച് ഇസ് 1 സ്റ്റിങ് പരുവം. അതെ, ആ സാധനം വേണം. അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നു, ബ്ലെൻഡ് ചെയ്യുന്നു, വെള്ളം ഒഴിക്കുന്നു, ബ്ലെൻഡ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് ഒന്നിട്ടിൽ നല്ല ലൂസാവും, ഇല്ലെങ്കിൽ കട്ടിയാവും. നമുക്ക് നോക്കാം. മിക്സ് ചെയ്യാൻ പോവാം. സക്സസ് ആക്കി കണക്കാക്കാൻ പറ്റില്ല, പക്ഷേ കുഴപ്പമില്ല. സോ അത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ.